നമസ്കാരം. പാചകവാതക വിതരണത്തിലെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയിൽ നിന്നുള്ള LPG ഇറക്കുമതി ഏകദേശം ഇരട്ടിയാക്കാൻ ഇന്ത്യൻ നീക്കം. അതേസമയം അമേരിക്ക ഉപരോധം പിൻവലിച്ചതിന് പിന്നാലെ ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങാൻ നീക്കം തുടങ്ങി ഇന്ത്യൻ എണ്ണ കമ്പനികൾ. BPCL ആണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ചർച്ച തുടങ്ങിയത്. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇടവേളയ്ക്ക് ശേഷം പ്രതിരോധ ഓഹരികളിൽ കുതിപ്പും ഉണ്ടായിരിക്കുകയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ നിന്നുള്ള LPG ഇറക്കുമതി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ. പാചകവാതകത്തിനായി ഗൾഫ് രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും ആഭ്യന്തര വിപണിയിൽ തടസ്സമില്ലാതെ LPG ലഭ്യമാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ തന്ത്രപരമായ നീക്കം. നിലവിൽ പ്രതിവർഷം 2.2 ദശലക്ഷം ടൺ LPG ആണ് ഇന്ത്യ അമേരിക്കയിൽ നിന്നും കരാർ വ്യവസ്ഥയിൽ വാങ്ങുന്നത്. ഇത് ഏകദേശം ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾ ആലോചിച്ചു വരികയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണെങ്കിലും അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകും. അമേരിക്കയ്ക്ക് പുറമെ അൾജീരിയ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നും LPG ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യതകൾ ഇന്ത്യ തേടുന്നുണ്ട്. അമേരിക്ക ഉപരോധം പിൻവലിച്ചതിന് പിന്നാലെ ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങാൻ നീക്കം തുടങ്ങി ഇന്ത്യൻ എണ്ണ കമ്പനികൾ. BPCL ആണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ചർച്ച തുടങ്ങിയത്. അന്തിമമായി ഇറാനും US കരാറിലെത്തിയാൽ ഇന്ധന ഇറക്കുമതി ഉണ്ടാവുമെന്ന് BPCL ഫിനാൻസ് ഡയറക്ടർ രാമകൃഷ്ണ ഗുപ്ത പറഞ്ഞു. ഇറാന് തങ്ങളുടെ എണ്ണ 60 ദിവസത്തേക്ക് വിൽക്കാനുള്ള അനുമതിയാണ് US നൽകിയിരിക്കുന്നത്. ഇതുപ്രകാരം ആഗസ്റ്റ് 21 വരെ ഇറാൻ എണ്ണ വിൽക്കാം. ഇതിനുശേഷവും കരാർ US നീട്ടുകയാണെങ്കിൽ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുമെന്നും BPCL അറിയിച്ചു. ആഗസ്റ്റ് വരെ എണ്ണ ലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കരാറുകളിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇറാനുമായി കരാറിൽ ഒപ്പിടുക. നിലവിൽ റഷ്യൻ എണ്ണ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നുണ്ട്. $7 വരെ കുറവിലാണ് റഷ്യൻ എണ്ണ ലഭിക്കുന്നത്. ഇതിനേക്കാൾ വിലക്കുറവിൽ ഇറാൻ എണ്ണ ലഭിച്ചാൽ മാത്രമേ കാര്യമുള്ളൂവെന്നും പരമാവധി $5 കുറവിൽ ഇറാനിൽ നിന്നും എണ്ണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിച്ചാൽ മാത്രമേ കാര്യമുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാനുമായി കൂടിക്കാഴ്ച നടത്തി. ദോഹയിൽ നടന്ന ചർച്ചയിൽ ഊർജം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സുരക്ഷ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിന് ഖത്തർ പ്രധാനമന്ത്രിക്ക് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. കൂടാതെ നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമുള്ള ഖത്തറിൻ്റെ വിലയിരുത്തലുകൾ കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചതായും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഇടവേളയ്ക്ക് ശേഷം പ്രതിരോധ ഓഹരികളിൽ കുതിപ്പ്. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ 52,000 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചതാണ് നേട്ടത്തിനു പിന്നിൽ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, സെൻ ടെക്നോളജീസ് എന്നിവയാണ് കുതിപ്പിന് മുന്നിൽ. പ്രഖ്യാപനത്തിന് പിന്നാലെ നിഫ്റ്റി പ്രതിരോധ സൂചിക 1.6% ഉയർന്നു. ഡേറ്റ പാറ്റേൺസ്, സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ, MDAR ടെക്നോളജീസ്, ഡൈനാമിക് ടെക്നോളജീസ്, മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, മിശ്ര ധാതു നിഗം തുടങ്ങിയ കമ്പനികളും മികച്ച നേട്ടമുണ്ടാക്കി. 3 സായുധ സേനകളുടെയും ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, ആയുധങ്ങൾ ശേഖരിക്കുന്നതിനും സാങ്കേതികമായി വികസിപ്പിക്കുന്നതിനുമാണ് അനുമതി നൽകിയിട്ടുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര യാത്രകൾക്ക് എക്സ്പ്ലോർ മോർ നിരക്കിളവ് പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ലൈറ്റ്, എക്സ്പ്രസ് വാല്യൂ വിഭാഗങ്ങളിലെ ടിക്കറ്റുകൾക്ക് 15% ഇളവ് ലഭിക്കും. അടുത്ത വർഷം മാർച്ച് 27 വരെയുള്ള യാത്രകൾക്കാണ് ഓഫർ. ഈ മാസം 9 വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾ ഓഫറിൽ ലഭിക്കും. മൊബൈൽ ആപ്പ്, വെബ്സൈറ്റ് വഴിയും ജൂലൈ 6 മുതൽ മറ്റ് ബുക്കിംഗ് ചാനൽ വഴിയും ടിക്കറ്റുകൾ എടുക്കാം. ഡാറ്റ ന്യൂ പാസ് അംഗങ്ങൾക്ക് 500 രൂപ വരെയുള്ള അധിക ഡിസ്കൗണ്ടും 8% വരെ ന്യൂ കോയിനുകളിൽ ലഭിക്കുമെന്നും കമ്പനി അറിയിച്ചു. പിണറായി സർക്കാരിൻ്റെ അവസാന കാലയളവിൽ PSC നടത്തിയ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമന നടപടികൾ വലിയ വിവാദത്തിലേക്ക്. റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായി യോഗ്യതകളിൽ മാറ്റം വരുത്തുകയും PRD ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ ചമയ്ക്കുകയും ചെയ്തതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.
മാധ്യമപ്രവർത്തന മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമായ ഈ തസ്തികയിലേക്ക് അർഹതയില്ലാത്ത പ്രിസം പാനലിലെ പാനൽ ജീവനക്കാർക്ക് പോലും സർട്ടിഫിക്കറ്റുകൾ നൽകാൻ PRD ഉദ്യോഗസ്ഥർ വഴിവിട്ട സഹായം നൽകി. ഏകദേശം 100ഓളം ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ യോഗ്യതാരേഖകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിൽ റാങ്ക് പട്ടികയിൽ 15 പേർക്കായി യോഗ്യതയിൽ മാറ്റം വരുത്തിയതായും ആരോപണമുണ്ട്. ഉദ്യോഗാർത്ഥിയായ ജിഷ എലിസബത്ത് നൽകിയ പരാതിയെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ ഈ നിയമ നടപടികൾ തടഞ്ഞു വച്ചിരിക്കുകയാണ്. രേഖകൾ പരിശോധിച്ച് ട്രൈബ്യൂണലിന് ക്രമക്കേടുകൾ പ്രാഥമികമായി ബോധ്യം വന്നതിനാലാണ് സ്റ്റേ അനുവദിച്ചത്. വിഷയം മന്ത്രി OJ ജനീഷിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗം ഇത് വിശദമായി ചർച്ച ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തെ +1 ക്ലാസുകൾ ഇന്ന് ആരംഭിച്ചു. 3.5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയത്. 81% വിദ്യാർത്ഥികളും പ്രവേശനം നേടിയെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. മുഖ്യഘട്ട അലോട്ട്മെന്റുകളിൽ 3,59,890 വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയത്. സംസ്ഥാനത്താകെ 81,375 സീറ്റുകൾ കൂടി ഒഴിവുണ്ട്. അതേസമയം മലപ്പുറം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള മലബാർ ജില്ലകളിലെ നിരവധി വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് സീറ്റുകളിൽ ഇപ്പോഴും പ്രവേശനം ലഭിച്ചിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ്. അവശേഷിക്കുന്ന സീറ്റുകളിലേക്കുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടപടികൾ ഈ മാസം 13 മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദം പാത്തി സ്ഥിതി ചെയ്യുന്നു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള വടക്കൻ ഒഡീഷൻ, പശ്ചിമ ബംഗാൾ തീരപ്രദേശങ്ങൾക്ക് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറിയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ജൂലൈ 9 വരെ തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്രമഴ മുന്നറിയിപ്പാണ്. ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. വടക്കൻ മധ്യ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് ഈ മാസം 8 വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഏറെ പ്രചാരം നൽകി KSRTC ബസ്സുകളിൽ തുടങ്ങിയ കുടിവെള്ള വിൽപ്പന തുടക്കത്തിലെ പാളി. 1 ലിറ്റർ കുപ്പിവെള്ളം 13 രൂപയ്ക്ക് നൽകാനായിരുന്നു പദ്ധതി. ഇതിനായി KL15 എന്ന ബ്രാൻഡ് നെയിമും തീരുമാനിച്ചു. വിപണിയിലെ ബ്രാൻഡുകളേക്കാൾ വില കുറവായിരുന്നു ഇതിന്. തുടക്കത്തിലെ എതിർത്ത ഒരു വിഭാഗം ജീവനക്കാരുടെ നിസ്സഹകരണം വിൽപ്പന നിലയ്ക്കാൻ കാരണമായതായി പറയുന്നു. ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഹില്ലി അക്വയാണ് കോർപ്പറേഷന് കുപ്പിവെള്ളം നൽകിയത്. ബസ്സിനകത്ത് ഡിപ്പോകളിലും കൗണ്ടറിൽ നിന്നും വെള്ളം വാങ്ങാമായിരുന്നു. ബസ്സുകളിൽ വെള്ളം കിട്ടിയത് ഏതാനും ദിവസം മാത്രമായിരുന്നു. അതും അപൂർവ ദീർഘദൂര ബസ്സുകളിൽ മാത്രമായിരുന്നു. ഇപ്പോൾ കൗണ്ടറുകളും പ്രവർത്തിക്കുന്നില്ല. പദ്ധതി തുടങ്ങിയപ്പോൾ തന്നെ ചില തൊഴിലാളി സംഘടനകൾ ഇതിനെ എതിർത്തിരുന്നു. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പദ്ധതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ MDക്ക് കത്ത് നൽകി. വേനൽക്കാലത്ത് തുടങ്ങിയ പദ്ധതി യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായിരുന്നു. എന്നാൽ ജീവനക്കാർക്ക് ഇത് അധിക ജോലി ബുദ്ധിമുട്ടായി മാറിയിരുന്നു. 1 കുപ്പി വെള്ളം വിൽക്കുന്ന കണ്ടക്ടർക്ക് 2 രൂപയും ഡ്രൈവർക്ക് 1 രൂപ ഇൻസെന്റീവും പ്രഖ്യാപിച്ചിരുന്നു. സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി. 1 ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയും കുറഞ്ഞ സ്വർണം ഗ്രാമിന് 13,440 രൂപയും പവന് 1,07,520 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണത്തിനും വില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 11,045 രൂപയും പവന് 88,360 രൂപയുമായി. വെള്ളി 245 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.